നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോക രാഷ്ട്രീയം വീണ്ടും അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ തുടരുന്നതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വീണ്ടും കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാൻ അമേരിക്കയുമായി ഒരു കരാറിലെത്തണം, അല്ലെങ്കിൽ അമേരിക്ക ബാക്കി ജോലി പൂർത്തിയാക്കും. ട്രംപിന്റെ ഈ വാക്കുകൾ ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്നാൽ ഇറാന്റെ മറുപടി എന്തായിരുന്നു? യുദ്ധം വീണ്ടും ആരംഭിക്കുമോ, അതോ നയതന്ത്ര ചർച്ചകൾക്ക് ഇനിയും സാധ്യതയുണ്ടോ? നമുക്ക് വിശദമായി നോക്കാം. വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപ് പറഞ്ഞത്, ഒന്നുകിൽ ഒരു കരാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ബാക്കി ജോലി അങ്ങ് പൂർത്തിയാക്കും. അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് തടയുകയാണെന്നും അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. അടുത്ത ഘട്ടം ഇറാന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചു. ഇതിനിടെ ടെഹ്റാനിൽ നടന്ന ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങളും ചടങ്ങുകൾ റിപ്പോർട്ട് ചെയ്തു. ചടങ്ങിൽ ഇറാൻ അനുകൂല മുദ്രാവാക്യങ്ങളും അമേരിക്കയെയും ഇസ്രയേലിനെയും വിമർശിക്കുന്ന മുദ്രാവാക്യങ്ങളും ഉയർന്നു. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാൻ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. അമേരിക്ക ഭീഷണിപ്പെടുത്തുന്ന ഭാഷ അവസാനിപ്പിക്കണമെന്നും അത്തരം സമീപനം തുടരുകയാണെങ്കിൽ അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചർച്ചകൾക്ക് ബഹുമാനപൂർവമായ സമീപനം വേണമെന്നാണ് ഇറാന്റെ ഒരു നിലപാട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഇല്ലാതെയാണ് അവസാനിച്ചത്. നേരത്തെ വെടിനിർത്തൽ നയതന്ത്ര ശ്രമങ്ങൾക്ക് അവസരം സൃഷ്ടിച്ചിരുന്നുവെങ്കിലും ഇതുവരെ സ്ഥിരമായ ധാരണയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയിട്ടില്ല. അതിനാൽ അനിശ്ചിതത്വം തുടരുക തന്നെയാണ്. ഇതിനിടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിന് സമീപം ഒരു ടാങ്കർ ആക്രമിക്കപ്പെട്ട സംഭവവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ മേഖലയിൽ സംഘർഷം വർദ്ധിച്ചാൽ അന്താരാഷ്ട്ര എണ്ണവിലയെയും ആഗോള വ്യാപാരത്തെയും ബാധിക്കും എന്ന ആശങ്ക വീണ്ടും ഉയർന്നിട്ടുണ്ട്. ഹോർമുസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. 2 കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ആളപായം ഉണ്ടായതായി റിപ്പോർട്ടില്ല. സംസ്കാര ചടങ്ങുകൾക്കായി ഒരാഴ്ച സാവകാശമെന്ന് നേരത്തെ US പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഈ കാലയളവിൽ ഇറാനു നേരെ ആക്രമണം ഉണ്ടാവില്ലെന്നും US വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിനിടെയാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ തന്നെ ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ കടന്നാക്രമണം നടത്തിയത്. ഹോർമുസിൽ ആക്രമണങ്ങൾ നിർത്താനുള്ള ഇറാൻ US ധാരണാപത്രത്തിന്റെ കാര്യത്തിലും ഇതോടെ ആശങ്ക ശക്തമായിരിക്കുകയാണ്. ഇതുമാത്രമല്ല, ഇന്ന് പുലർച്ചെ ഒമാൻ തീരത്ത് ഒരു ടാങ്കറിൽ പ്രൊജക്ടൈൽ വന്നിടിച്ച് തീപിടിച്ചതായും ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. എന്നാൽ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ബ്രിട്ടീഷ് സൈന്യം അറിയിക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നും മറ്റ് 2 കപ്പലുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതായി സംശയിക്കുന്നുണ്ട്. ഇറാനിലെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഈ വർഷം ആദ്യം നടന്ന ഇസ്രയേൽ US സംയുക്ത ആക്രമണത്തിനിടെയാണ് കൊല്ലപ്പെട്ടത്. ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകൾ ടെഹ്റാനിൽ പുരോഗമിക്കുന്നു. ഇറാഖുമായുള്ള യുദ്ധത്തിൽ നിന്ന് ഇറാൻ കരകയറുന്നതിനിടയിൽ 1989 ഖമനേയി പരമോന്നത നേതാവായത്. സായുധ സേന, നീതിന്യായ വ്യവസ്ഥ, തന്ത്രപരമായ നിയമനങ്ങൾ എന്നിവയ്ക്കെല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് അധികാര കേന്ദ്രമായി മാറി. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഒരു മൂലക്കല്ല് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആയിരുന്നു. ഖമനേയിയുടെ കീഴിൽ സുരക്ഷ, രാഷ്ട്രീയം, സമ്പദ്വ്യവസ്ഥ എന്നിവയിൽ IRGC ഒരു പ്രബല ഘടകമായി പരിണമിച്ചു. ആയുധശേഷിയിലുള്ള ജാഗ്രത ഇറാന്റെ ആദർശത്തിന്റെ ഭാഗമായാണ് ഖമനേയി ഇറാനിയൻ ജനതയ്ക്ക് പകർന്നുകൊടുത്തത്. പുതിയ തലമുറയിലെ നേതാക്കളിലേക്ക് വരെ ആയുധശേഷിയുടെ പ്രാധാന്യം ഖമനേയി പകർന്നു നൽകിയിട്ടുണ്ട്. ഇസ്രയേലും US പോലുള്ള ലോകത്തെ ആയുധ കച്ചവടക്കാർ മുഖ്യ എതിരാളികളായി വരുമ്പോൾ പ്രതിരോധത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച നേതാവായിരുന്നു ഖമനേയി. പാശ്ചാത്യ ശക്തികളുടെ ഉപരോധങ്ങളിൽ സാമ്പത്തികമായി തകർന്ന ഘട്ടത്തിലും ബാലിസ്റ്റിക് മിസൈലുകളിലും ഡ്രോൺ സാങ്കേതിക വിദ്യയിലും ഇറാൻ വൻതോതിൽ നിക്ഷേപം നടത്തി. ഖമനേയിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഭരണകൂടം സ്വരുക്കൂട്ടിയ ആയുധശേഷി ഇറാന്റെ നിലനിൽപ്പിന്റെ തന്നെ അടിത്തറയായതിന് ലോകം ഇന്ന് സാക്ഷിയാണ്. ലോക നേതാക്കളെ ക്ഷണിച്ച ചടങ്ങിൽ ഇന്ത്യൻ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ കോൺഗ്രസ് BJP നേതാക്കളെയും കാശ്മീരിലെ PDP നേതാവ് മെഹബൂബ മുഫ്തിയെയും ഇറാൻ ചടങ്ങുകൾക്ക് സാക്ഷിയാകാൻ ക്ഷണിച്ചിരുന്നു. മെഹബൂബ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇറാനിലെത്തിയിട്ടുണ്ട്. ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിന് ഇന്ത്യക്കും ഇന്ത്യൻ ജനതയ്ക്കും നന്ദി അറിയിച്ച് ഇറാൻ. ഇന്ത്യയുടെ സാന്നിധ്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണെന്നും പരസ്പര ബഹുമാനത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും ശക്തമായ പ്രകടനമാണെന്നും ഇന്ത്യയിലെ ഇറാൻ എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഖമനേയിക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി ബീഹാർ ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് സയ്യിദ് അദ ഹസ്നൈൻ
വിദേശകാര്യ സഹമന്ത്രി ഫബ്രിദ മാർഗരിറ്റ എന്നിവരടങ്ങിയ ഇന്ത്യൻ ഔദ്യോഗിക പ്രതിനിധി സംഘമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ്, ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി കൂടിയായ PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി എന്നിവരും സിഖ്, ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ മത നേതാക്കളും ഖമനേയിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിലൂടെയാണ് ഇന്ത്യൻ സർക്കാരിനും ജനങ്ങൾക്കും ഇറാൻ നന്ദി അറിയിച്ചത്. ഖമനേയിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെയും വിവിധ രാഷ്ട്രീയ നേതാക്കളുടെയും പാർലമെന്റ് അംഗങ്ങളുടെയും പണ്ഡിതരുടെയും വിവിധ മതവിഭാഗങ്ങളുടെ നേതാക്കളുടെയും സാന്നിധ്യം ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള ആഴത്തിലുള്ള ചരിത്ര, സാംസ്കാരിക, മാനുഷിക ബന്ധങ്ങളുടെ തെളിവാണെന്ന് എംബസി ചൂണ്ടിക്കാട്ടി. ദേശീയ ദുഃഖത്തിന്റെ ഈ ഘട്ടത്തിൽ ഇറാൻ ജനതയോട് ഇന്ത്യ പ്രകടിപ്പിച്ച സഹാനുഭൂതിയും പിന്തുണയും ഒരിക്കലും മറക്കില്ലെന്നും ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സൗഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വിലപ്പെട്ട അടിത്തറയായാണ് ഇതിനെ കാണുന്നതെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. ഇറാന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനസഞ്ചയമായി മാറിയ വിലാപയാത്ര 10 മുതൽ 12 മണിക്കൂർ വരെ നീളുമെന്നാണ് റിപ്പോർട്ട്. കറുത്ത വസ്ത്രം ധരിച്ച് ആയിരക്കണക്കിന് പേർ വിലാപയാത്ര കടന്നുപോയ പാതയുടെ ഇരുവശങ്ങളിലും അണിനിരന്നു. വ്യോമഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശനിയാഴ്ച ആരംഭിച്ച ഔദ്യോഗിക ദുഃഖാചരണം വ്യാഴാഴ്ചയാണ് അവസാനിക്കുന്നത്. ഖമനേയിയെ അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷ്കദിലെ ഇമാം റസ ദർഗയിൽ സംസ്കരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഖമനേയിയുടെ ഖബറടക്കം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ 3 സാധ്യതകളാണ് വിദഗ്ധർ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്, അമേരിക്കയും ഇറാനും വീണ്ടും ചർച്ചാമേശയിലേക്ക് മടങ്ങാൻ സാധ്യത. രണ്ടാമത്, പരിമിതമായ സൈനിക ഏറ്റുമുട്ടലുകൾ തുടരാൻ സാധ്യത. മൂന്നാമത്, സംഘർഷം രൂക്ഷമായാൽ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളെയും ബാധിക്കുന്ന വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ സാധ്യത. ഇവ 3ഉം ഭാവി സാധ്യതകൾ മാത്രമാണ്. ഇതുവരെ ഒന്നിനും ഉറപ്പായിട്ടില്ല. അമേരിക്കയും ഇറാനും പരസ്പരം കടുത്ത ഭാഷ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ഇരു രാജ്യങ്ങൾക്കും ഒരു വലിയ യുദ്ധം സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ നഷ്ടമുണ്ടാക്കും. അതിനാൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ സഹായത്തോടെ വീണ്ടും ചർച്ചകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില വിദേശ നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. പരിമിതമായ സൈനിക നടപടികൾ നേരിട്ടുള്ള സമ്പൂർണ്ണ യുദ്ധത്തിനു പകരം പരിമിതമായ ആക്രമണങ്ങളും മറുപടി നടപടികളും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് മറ്റൊരു വിശകലനം. അത്തരം സാഹചര്യമുണ്ടായാൽ പ്രദേശത്തെ സുരക്ഷയും എണ്ണ വിതരണവും വീണ്ടും സമ്മർദ്ദത്തിലാകാം. മൂന്നാമത്, പശ്ചിമേഷ്യയിൽ വലിയ പ്രതിസന്ധി, സംഘർഷം കൂടുതൽ രൂക്ഷമായാൽ അത് ഇറാനും അമേരിക്കയും മാത്രം ഒതുങ്ങുന്ന വിഷയമാകണമെന്നില്ല. പ്രദേശത്തെ മറ്റു രാജ്യങ്ങളും സുരക്ഷാ നടപടികൾ ശക്തമാക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ പ്രത്യാഘാതം ആഗോള എണ്ണവില, കടൽ വ്യാപാരം, ധനവിപണി എന്നിവയിലും പ്രതിഫലിക്കാം. ഇന്ത്യ പശ്ചിമേഷ്യയിൽ നിന്ന് വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അതിനാൽ പ്രദേശത്തെ സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ എണ്ണവില ഉയരാൻ സാധ്യതയുണ്ട്. കപ്പൽ ഗതാഗത ചെലവ് വർദ്ധിക്കാം. ചില ഇറക്കുമതി ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റം വന്നേക്കാം. അവസാനമായി ഇപ്പോൾ ലോകം കാത്തിരിക്കുന്നത് അടുത്ത ഏതാനും ദിവസങ്ങളെയാണ്. അമേരിക്കയും ഇറാനും വീണ്ടും ചർച്ചാമേശയിലേക്ക് മടങ്ങുമോ, അതോ സംഘർഷം കൂടുതൽ വഷളാകുമോ? നമുക്ക് കാത്തിരുന്നു കാണാം. മലയാളി വാർത്ത ഇൻസൈഡ്.